ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. കൂടാതെ പ്രീമിയം ക്രോം ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമ്മുടെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യും. നോയ്സിന്റെ ലോഗോ പിറകിൽ കാണാം. കൂടാതെ LED ഇൻഡിക്കേറ്ററും ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു തിളങ്ങുന്ന ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഡിസൈനാണ് കാണാൻ പറ്റുക. 11mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകളും വരിക. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേറ്റിംഗ് കിട്ടും അല്ലെങ്കിൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്നുള്ളത് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഈ നോയ്സിന്റെ ലോഗോയുടെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. വലുതിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും, ഇടയിൽ നമ്മൾ 1 ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അങ്ങോട്ട് ഡൗൺ ആവും. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ഇടത്തിൽ വലുതിൽ ചെയ്താലും മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കുന്നതാണ്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിൽ ചെയ്യുമ്പോഴാണ് ഇതിനകത്തുള്ള 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. കൂടാതെ ഓഫ് ആക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡിലേക്കും പോകും. ഇനി ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് 45 ms അൾട്രാ ലോ ലേറ്റൻസി മോഡിനകത്ത് ഓൺ ആകുന്നതാണ്.